ഒരു പുതിയ റെസിപ്പി പരീക്ഷിക്കാം. അപ്പോൾ ഒരു 4-5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, കസൂരി മേത്തി, ചില്ലി ഫ്ലെക്സ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പെപ്പർ, ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്. അതൊന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം 2 മിനിറ്റോളേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കാരണം അധികം മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറോ 15 മിനിറ്റൊന്നും വെച്ചിട്ടില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മസാല ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നെയ്യിലാണ്, ഡീപ്പ് ഫ്രൈ അല്ല, നെയ്യിൽ ഞാൻ പാൻ ഫ്രൈയിൽ പാനിൽ നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിൽ ഞാൻ മറിച്ച് സൈഡ് തിരിച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതിൻ്റെ ആ ഫ്ലേവർ നന്നായിരുന്നു. കാരണം തൈരിൻ്റെയും ഒരു പുളിയും കസൂരി മേത്തിയുടെ എല്ലാതും കൂടി ചേർന്നപ്പോൾ ആ മസാലയും നന്നായിട്ട് നമ്മൾ നെയ്യിൽ കടന്നായ കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും സാധനം അടിപൊളിയായിട്ട് എപ്പോഴും നന്നായിട്ട് നോക്കണം. കാരണം ആ മസാല ഇതിൻ്റെ ഒക്കെ കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതെല്ലാം നെയ്യിൽ കടന്നിട്ടാവുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ്, അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല ചിക്കൻ വറുത്തതുണ്ട്, അതുപോലെ നമ്മൾ പുട്ടാണ് ഇതിനിപ്പം കഴിക്കാറുള്ളത്. പുട്ടും ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ വറുത്തതും ആ മസാല അതൊരു ഗംഭീര സാധനമായിരുന്നു. അതൊക്കെ കൂടി ചേർത്തിട്ട് ഒരു പിടിച്ച് കഴിഞ്ഞാൽ സ്വർഗം. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.